BJP നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദങ്ങളുടെ ആശയ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം പ്രചാരവേല സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. സമൂഹത്തിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ കടന്നുകൂടി വിശ്വാസികളിൽ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാനാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടത്. ജാതീയമായി പിളർത്തി വർഗീയമായി യോജിപ്പിക്കുക എന്ന നയമാണ് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP കൈകാര്യം ചെയ്യുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ SNDP. SNDPയുടെ നേതാക്കൾ CPM-എതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ കാണുന്നത് SNDP രൂപീകരിക്കുമ്പോഴും SNDP ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പിന്നീട് സർവമത സമ്മേളനങ്ങൾ. മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJS-ൻ്റെ രൂപീകരണത്തോടെ BDJS-നെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSS-ൻ്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം, മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാര എന്ന് RSS ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2/3 ഭൂരിപക്ഷം നേടാൻ 370 മുതൽ 430 വരെ സീറ്റ് BJP ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത്. എന്തായിരുന്നു ഉന്നം എന്ന് എല്ലാവർക്കും അറിയാം. അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന
അതായിരുന്നു RSSൻ്റെയും BJPയുടെയും പരിപാടി. ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BDJS വഴി BJPയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി SNDPയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത്. ആ വിമർശനം ഇനിയും തുടരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനമാണ്. അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ട അവരെ തന്നെയാണ്. ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.